എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ട്രേഡ് അപ്രൻറ്റിസ്, അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ് ആണ്. ഡിസിപ്ലിൻ കെമിക്കൽ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 years BSc ആണ്. BSc വേണ്ടത് ഇൻ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്. ഡ്യൂറേഷൻ 12 months ആണ് വരുന്നത്. ടോട്ടൽ വേക്കൻസി 39. അൺറിസർവ്ഡ് 19, EWS 3, SC 2, ST 5, OBC 10 എന്നിങ്ങനെയാണ്. അടുത്തത് ട്രേഡ് അപ്രൻറ്റിസ് ആണ്. ബോയിലർ. ഡിസിപ്ലിൻ മെക്കാനിക്കൽ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആണ്. ട്രെയിനിങ് പീരീഡ് 24 months ആണ് വരുന്നത്. ടോട്ടൽ വേക്കൻസി 16 ആണ്. അൺറിസർവ്ഡ് 7, EWS 2, SC 1, ST 2, OBC 4. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ്. ഡിസിപ്ലിൻ കെമിക്കൽ. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 years ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ട്രെയിനിങ് പീരീഡ് 12 മാസമാണ്. ടോട്ടൽ വേക്കൻസി 12. അൺറിസർവ്ഡ് 6, EWS 1, SC 1, ST 1, OBC 3. അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് മെക്കാനിക്കൽ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. 12 months ആണ്. വേക്കൻസി 11. അൺറിസർവ്ഡ് 5, EWS 1, SC 1, ST 1, OBC 3. PWBDക്ക് 2 വേക്കൻസി ഉണ്ട്. ഇനി അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 year ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. 12 months ആണ് ഡ്യൂറേഷൻ വരുന്നത്. ടോട്ടൽ വേക്കൻസി 10. അൺറിസർവ്ഡ് 4, EWS 1, ST 1, SC 1, OBC 3, PWBD 1 ആണ്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളത്. PWBD കാറ്റഗറി ആണെങ്കിൽ കോഡ് നമ്പർ 105-ലും 107-ലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഡിഗ്രി ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST PWBD ആണെങ്കിൽ 45% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതാത് ഫീൽഡുകളിൽ ഡിപ്ലോമയും ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. വേറെ ഫീൽഡുകളിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള BE, BTech, MBA, CA, LLB, MCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി ഓൾറെഡി അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രിഫറൻസ് കൊടുക്കുന്നത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്. നിങ്ങൾക്ക് 1 വർഷത്തിൽ കൂടുതൽ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി പ്രായപരിധി നോക്കാം. 18 മുതൽ 24 വരെയാണ് പ്രായപരിധി വരുന്നത്. ഇത് കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും PWBD കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. PWBD കാറ്റഗറിക്ക് 10 വയസ്സിൻ്റെ ഇളവുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ് ഒന്നുമില്ല, പരീക്ഷയില്ല. നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. NAPS അല്ലെങ്കിൽ NATSൻ്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എക്സാം ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ഒക്കെ തന്നെ സെമസ്റ്റർ വൈസ്, ഇയർ വൈസ് മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SC ST OBC ഒക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ NATS അല്ലെങ്കിൽ NAPSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയുമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടത്. ആപ്ലിക്കൻസിന് പ്രീ എൻഗേജ്മെൻറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സെലക്ട് ആവുന്നവർക്ക് മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നതാണ്.
ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ IOCLൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതാണ് വെബ്സൈറ്റ് www.iocl.com. നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് വാട്ട്സ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിഫൈനറി യൂണിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ഓൺ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. NATSലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ID. NAPS ആണെങ്കിൽ ഇതാണ്. നിങ്ങൾ NAPS അല്ലെങ്കിൽ NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം IOCL സൈറ്റിൽ വന്നിട്ട് മൈക്രോസോഫ്റ്റ് ഫോം ഉണ്ട്, ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 20 താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇതാണ് അണ്ടർടേക്കിങ്ങിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇപ്പോൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.